ഞാനിപ്പോൾ നിൽക്കുന്നത് കൊടുമൺ EMS സ്റ്റേഡിയത്തിലാണ്. പത്തനംതിട്ട ജില്ലയിലാണ് ഈ കൊടുമൺ EMS സ്റ്റേഡിയം. ഇത് കഴിഞ്ഞ ആഴ്ചയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. കുറേ വർഷങ്ങളായിട്ടുള്ള കാത്തിരിപ്പാണ്. ഞാനും എൻ്റെ ഫ്രണ്ട് ജോർജൂടെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയതാണ്. ഈ സ്റ്റേഡിയം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇതിൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ ഇത് ഒന്ന് വ്ലോഗ് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയാണ്. അപ്പം എന്താ പറയുക, ഈ സമീപത്തുള്ള അടിപൊളി ഒരു സ്റ്റേഡിയമാണ്. നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ തന്നെ ഏറ്റവും നല്ല സ്റ്റേഡിയം എന്ന് പറയാം. ഉദ്ഘാടനം കഴിഞ്ഞുവെങ്കിലും പക്ഷേ കുറച്ച് വർക്കൂടെയൊക്കെ പെൻഡിങ് ആണ്. ഇവിടെ സംഭവം കണ്ടില്ലേ, കുറച്ച് പണിയൊക്കെ നടപ്പുണ്ട്. ഇവിടുത്തെ മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ലേ, ഫുട്ബോൾ ഗ്രൗണ്ടുണ്ട്. ഫുട്ബോൾ ഗ്രൗണ്ടും പിന്നെ 400 മീറ്റർ സിന്തറ്റിക് ട്രാക്കുണ്ട്. പിന്നെ വോളിബോൾ കോർട്ടും എന്താ പറയുക, ബാഡ്മിൻ്റൺ കോർട്ട്, അങ്ങനെ അതിപ്പം റെഡി ആവുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഈ പോർഷനിലായിരിക്കും വരുന്നത്. പിന്നെ പാർക്കിംഗ് ഏരിയ ഉണ്ട്. പിന്നെ കണ്ടില്ല, അവിടെ നമുക്ക് പവലിയനുണ്ട്, ആൾക്കാർക്ക് ഇരുന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ പണിയൊക്കെ നടക്കുന്നതേ ഉള്ളൂ. സിന്തറ്റിക് ട്രാക്കിൻ്റെയൊക്കെ പണി നടക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ എന്തായാലും അതിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളും കാണാം. അപ്പം എല്ലാവർക്കും MSS ട്രാവലറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളിവിടെ രാവിലെ വന്നപ്പം ഇവിടെ ഈ ഫുട്ബോളിൻ്റെയും ബാഡ്മിൻ്റൻ്റെയും സെലക്ഷൻ നടക്കുവാണ്. അപ്പോൾ അതിൻ്റെ ചടങ്ങുകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളിവിടെ വന്നപ്പോഴത്തേക്കിനും ഒരുപാട് കുട്ടികളുണ്ട്. ഈ പ്രദേശത്തെ ഒട്ടുമിക്ക കുട്ടികളും ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുട്ബോളിൻ്റെയും ബാഡ്മിൻ്റൻ്റെയും സെലക്ഷൻ നടക്കുകയാണ് നമ്മൾ ചോദിച്ചപ്പം. അപ്പം ഏതാണ്ട് 250 എൻട്രി കിട്ടിയെന്നാണ് നമ്മൾ ജസ്റ്റ് അനൗൺസ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പം ഇവരെല്ലാവരും മികച്ച കായിക താരങ്ങളായിട്ട് വളർന്നു വരട്ടെ എന്ന് ആശംസിക്കാം, അല്ലേ? നേരത്തെ കണ്ട കുട്ടികളെല്ലാവരും പോയി. അവരുടെ അഡ്മിഷൻ കഴിഞ്ഞെന്ന് വേണം മനസ്സിലാക്കാൻ. ഏതാണ്ട് 250 എൻട്രി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമുക്ക് ഗ്രൗണ്ടിന് ചുറ്റും ഒന്നും ജസ്റ്റ് നടന്നു നോക്കാം, അതിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും. എന്താ പറയുക, പണി കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നേനേന്ന് തോന്നി. ഏതാണ്ട് ഒരു 80% പണിയേ കഴിഞ്ഞിട്ടുള്ളൂ ഇതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക, ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ഇനോഗ്രേഷൻ കഴിഞ്ഞിട്ട് നമ്മളെ ഗ്രൗണ്ടിലേക്ക് വന്നും അവർ അലോ ചെയ്യുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു പുല്ല് അതിന് വളം ഇട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞതുകൊണ്ട് അകത്തോട്ടും കയറിയില്ല. ഇപ്പം ഇവിടെ ആണെന്ന് തോന്നുന്നു ടോയ്ലറ്റും സംവിധാനങ്ങളൊക്കെ. അവിടെ ഒരു ഡ്രസ്സിങ് റൂം പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കൊള്ളാം. എന്തായാലും
ഈ സിന്തറ്റിക് ട്രാക്കിൻ്റെ പണി ഒന്നും ആയിട്ടില്ല. അത് ഏകദേശം എന്താണ്ട് ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ കണ്ടോ, നമുക്ക് കാണാം. അത് ട്രാക്ക് റെഡിയാക്കുന്നതേ ഉള്ളൂ. നാട്ടിലൊരു സ്റ്റേഡിയം എന്ന് പറയുമ്പോഴത്തേക്കിന് കായികമായിട്ട് കഴിവുള്ള കുട്ടികൾക്ക് പരിശീലിക്കാനും അല്ലെങ്കിൽ അവർക്ക് ഉയർന്നു വരാനും നല്ലൊരു അവസരം തന്നെയാണ് ഈ സ്റ്റേഡിയം എന്ന് പറഞ്ഞത്. പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് അതിന് എത്രത്തോളം പ്രസക്തി ഉണ്ട് അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളത് ഒന്ന് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ഈ സ്റ്റേഡിയം തന്നെ എത്ര വർഷങ്ങൾ കാത്തിരുന്നിട്ടാണ് നമുക്കിപ്പോൾ ഈ ഒരു നിലയിലെത്തിയത്. നമ്മുടെ അടൂർ സ്റ്റേഡിയം ഉണ്ട്. എൻ്റെ സ്വദേശം അടൂരാണ്. അടൂർ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ ഇപ്പോഴും ഒന്നും ആയിട്ടില്ല. അപ്പം ഇത് കണ്ടോ, ഇത് ഒരു ചെറിയൊരു ഗ്യാലറി പോലെയാണ്. ആൾക്കാർക്ക് ഇരുന്ന് കാണാനുള്ള സംവിധാനം കൊള്ളാം, ചെറിയൊരു സംഭവം. അപ്പോൾ കൊടുമൺ EMS സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിന്ന് കണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ, ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് അറിയിക്കണം. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.